പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖദീജ ബീവി എവിടെ നബിയേ? ഖദീജ ബീവി എവിടെ നബിയേ? എപ്പോഴും അല്ലാഹുവിന്റെ റസൂലിനെയാണ് ചോദിക്കുന്നത്. ഒരു ദിവസം വന്നിട്ട് ഖദീജാനെ ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ എന്തിനാണ് ഖദീജാനെ തിരയുന്നത്? അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വരുമ്പോ അല്ലാഹു സലാം പറഞ്ഞെന്ന് പറയണേ നബിയേ. അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ. അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു പാട്ടിറങ്ങുമ്പോ തീരുന്നതല്ല ഖദീജയുടെ മഹത്വം. പഠിക്കണം ചെറുപ്പക്കാരാ, പഠിക്കണം പെങ്ങള്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചു. ഖദീജ ബീവിക്ക് നാളെ സ്വർഗ്ഗത്തിൽ അതാ ഒരു മുത്തിന്റെ കൊട്ടാരമുണ്ട്. ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. എന്തിനാ അല്ലാഹ് ഇത് കൊടുത്തതെന്നറിയുവോ? എന്തിനാണ് അല്ലാഹു ഇത് കൊടുക്കുന്നതെന്നറിയുവോ? 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ട് ഭർത്താവിനോട് സംസാരിക്കാത്ത ഭാര്യയ്ക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാ. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ 65 വയസ്സായി. മരണസമയം അടുത്തു വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ ഒരു ദിവസം ഖദീജയ്ക്ക് വല്ലാത്ത സന്തോഷമാണ്, പതിവിലും വല്ലാത്ത സ്നേഹമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, കാണാൻ എന്ത് മനോഹരമാണ് നബിയേ, അങ്ങയുടെ മുഖം കാണാൻ എന്ത് മനോഹരമാണ്. 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, 25 കൊല്ലമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. എന്റെ ഈ 25 കൊല്ലത്തിന്റെ ഇടയില് എപ്പോഴെങ്കിലും അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ വായങ്ങ് അടച്ചു. പെട്ടെന്ന് വായങ്ങ് പൊത്തിപ്പിടിച്ചു. റസൂലുള്ളാഹി കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാണ്. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ളാഹി തേങ്ങി തേങ്ങി കരയുകയാ. ഖദീജ ബീവി ചോദിച്ചു, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നോ ഖദീജ? നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നോ ഖദീജ? എന്നെ വിട്ടിട്ട് പോകുകയാണോ ഖദീജ? എന്നെ ഒറ്റക്കിട്ടിട്ട് പോകുകയാണോ ഖദീജ? അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. ഖദീജ ബീവി പ്രവാചകന്റെ കണ്ണുനീര് തുടച്ചു. എന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ ചോദിക്കുന്നു, നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ നബിയേ? ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹത്തോടെ ഒരു ഭാര്യ ചെവിയിൽ പറയുകയാ, എനിക്ക് 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ, എന്തേ ഖദീജ? നബിയേ, ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ തന്നെ കുളിപ്പിക്കണം നബിയേ. ലോകത്തൊരാൾക്കും ആ ഭാഗ്യം വേണ്ട, എനിക്ക് വേണം നബിയേ. എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാ, എന്റെ ജനാസ കുളിപ്പിക്കേണ്ടത് നിങ്ങളാ. രണ്ടാമതായി പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ
മയ്യത്ത് കഫം പൊതിയേണ്ടത് നിങ്ങളാട് നബിയേ, എന്റെ ജനാസ പൊതിയേണ്ടത് നിങ്ങളാട്. എന്റെ ജനാസ പൊതിയുമ്പോ നമ്മൾ രണ്ടുപേരും പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, അതെന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണേ നബിയേ. അങ്ങയുടെ വാസനയുള്ള അങ്ങയുടെ ശരീരത്തോട് ചേർന്ന് കിടന്ന പുതപ്പുണ്ടല്ലോ, എന്റെ ശരീരത്ത് വെച്ച് പൊതിയണം നബിയേ. മൂന്നാമതായിട്ട് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, 6 അടി മണ്ണിന്റെ അകത്ത് മയ്യത്തിറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈ കൊണ്ടാ. അങ്ങയുടെ കൈ കൊണ്ട് വേണം എന്നെ മണ്ണിലിറക്കി വെക്കാൻ. എന്റെ ജനാസ ഇറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈ കൊണ്ടാണ്. അള്ളാന്റെ റസൂലിനോട് ഖദീജ ബീവി എല്ലാം പറഞ്ഞു. റസൂലുള്ള സമ്മതിച്ചു. കെട്ടിപ്പിടിച്ചുകൊണ്ട് റബ്ബേ, ആ രംഗം പറയാൻ കഴിയില്ല. ഖദീജ ബീവി ലോകത്തോട് യാത്ര പറഞ്ഞു. അള്ളാന്റെ റസൂല് തന്നെയാണ് മയ്യത്ത് കുളിപ്പിച്ചത്. ആർക്കാ ഈ ഭാഗ്യമാർക്കാ? ഏത് പെണ്ണിനാ ലഭിക്കാ? ഏത് പെണ്ണിന്റെ മയ്യത്താണ് ഭർത്താവ് കുളിപ്പിക്കുക? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ അല്ലാഹുവിന്റെ റസൂല് തന്നെ കുളിപ്പിച്ചു. അവിടുന്ന് കഫം പൊതിയാനെടുത്തപ്പോ റസൂലുള്ള പുതപ്പെടുത്തിട്ട് ഉമ്മ വെക്കുകയാണ്, ചുംബനം നൽകുകയാണ്. എന്നിട്ട് ഖദീജാന്റെ കഫം തുണിക്കകത്ത് ആ പുതപ്പ് വെച്ച് പൊതിഞ്ഞു. 6 അടി മണ്ണിന്റെ അകത്തേക്കും മയ്യത്തിറക്കുമ്പോ അള്ളാന്റെ റസൂല് കബറിന്റെ അകത്തിറങ്ങുകയാണ്. ഖദീജ ബീവിയുടെ ജനാസ ഇങ്ങനെ കൈകൊണ്ട് വാങ്ങിയിട്ട് റബ്ബേ കബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു. 3 കെട്ടുകൾ അടിച്ചു മാറ്റുകയാണ്. അല്ലാ, റസൂലുള്ളാന്റെ കണ്ണ് നിറയുന്നുണ്ട്, റസൂലുള്ള കരയുന്നുണ്ട്. 25 കൊല്ലം ദുഃഖത്തിലും സന്തോഷത്തിലും താങ്ങും തണലുമായി നിന്ന ഖദീജ, അള്ളാന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഖദീജാട്. കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് കബളിന്റെ താഴെ വെക്കുവല്ലോ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറതൻ നുഖ്റാ. ഒരു പിടി മണ്ണ് വാരി കബളിന്റെ താഴെ വെക്കുവല്ലോ. അള്ളാന്റെ റസൂല് മണ്ണ് വാരി, അള്ളാന്റെ റസൂല് മണ്ണ് വാരി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കബളിന്റെ താഴെ വെച്ചു. തല തിരിച്ചു വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മണ്ണ് തൊടുന്നില്ല. ഖദീജ ബീവിയുടെ കബളില് മണ്ണ് തൊടുന്നില്ല. രണ്ടാമതും വെച്ച് തൊടുന്നില്ല, മൂന്നാമതും വെച്ച് തൊടുന്നില്ല. എന്താണ് സംഭവമെന്നറിയില്ല. അള്ളാന്റെ റസൂല് കബറിന്റെ അകത്ത് നിൽക്കുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, മണ്ണ് തൊടൂല നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ, ഖദീജാന മണ്ണ് തിന്നൂല നബിയേ. കാരണം എന്തെന്നറിയുമോ? ഖദീജ കോടീശ്വരിയായിരുന്നു, ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു ഖദീജ. എല്ലാം അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുത്തവളോ, എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തവളോ, എല്ലാ പാപങ്ങൾക്ക് വേണ്ടി കൊടുത്തവളോ. അതുകൊണ്ട് ഖദീജാന മണ്ണ് തിന്നൂല യാ റസൂലല്ലാഹ്. ചരിത്രം പഠിപ്പിക്കുമ്പോ